നടൻ സൗബിൻ ഷാഹിറിന്റെ വീട്ടിൽ വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കണ്ടെത്തലിലാണ് പരിശോധന. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. കിരൺ, 60 കോടിയുടെ നികുതി വെട്ടിപ്പുണ്ടായെന്ന വാർത്ത നമ്മൾ രാവിലെ നൽകിയിരുന്നതാണ്. സൗബിന്റെ വിശദീകരണം തേടുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, സൗബിന്റെ കലൂർ SRM റോട്ടിലുള്ള വീട്ടിലാണ് ഇപ്പോഴും റെയ്ഡ് തുടരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ റെയ്ഡ് ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ പറവ ഫിലിംസിന്റെ ഓഫീസിലടക്കം റെയ്ഡ് പരിശോധന നടത്തിയതിനു ശേഷം പിന്നീട് ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളടക്കം ആദായ നികുതി വകുപ്പ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സൗബിനെതിരായിട്ടുള്ള ആരോപണം കള്ളപ്പണം വെളുപ്പിച്ചു, ഒപ്പം തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ഈ പറവ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ ചിലവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ആരോപണം ഉയർന്നിരുന്നത്. ഇതിന്റെ വരുമാനത്തിന്റെ പങ്ക് നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ട് ആലപ്പുഴ അരൂർ സ്വദേശിയായിട്ടുള്ള സിറാജ് വലിയ വീട്ടിൽ എന്ന നിർമ്മാതാവ് രംഗത്തെത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇതിന്റെ ലാഭവിഹിതം നൽകിയിരുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം പോലീസ് അന്വേഷണം നടത്തുകയും പിന്നീട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൽ നിന്ന് വലിയൊരു തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം EDയും ഇതിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ED അന്വേഷണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും പരിശോധന നടത്തുന്നത്. EDയുടെ അന്വേഷണത്തിൽ ഇടയിൽ തന്നെ സൗബിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ED. ഏതായാലും വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ കഴിഞ്ഞ 2 ദിവസത്തെ, അതായത് ഇന്നലെയും ഇന്നുമായിട്ട് നടത്തിയിട്ടുള്ള പരിശോധനകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 60 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറഞ്ഞിരുന്നത് 22 കോടി രൂപയായിരുന്നു. അതായത് ഈ സിറാജിൽ നിന്ന് നേരത്തെ നിർമ്മാണത്തിന്റെ പങ്കാളിത്തം വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന സമയത്ത് 22 കോടി രൂപയാണ് ഇതിന്റെ മൊത്തം മുടക്ക് മുതലായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ 18.65 കോടി രൂപ മാത്രമാണ് സിനിമയുടെ നിർമ്മാണത്തിന് ചെലവ് വന്നത്. മാത്രവുമല്ല, ഈ സിനിമ വലിയ ഹിറ്റ് തന്നെ ആകുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഈ സിനിമയുടെ കളക്ഷനിൽ ലഭിച്ചിട്ടുള്ള പണം, അതിന്റെ ലാഭവിഹിതം തനിക്ക് നൽകിയില്ല. 40% വിഹിതം നൽകാമെന്നായിരുന്നു ആദ്യം പണം വാങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നത്. ഇങ്ങനെ 47 കോടിയോളം രൂപ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദ്യം പോലീസും പിന്നീട് EDയും ഇപ്പോൾ ആദായ നികുതി വകുപ്പും പരിശോധന നടത്തുന്നത്. സൗബിൻ ഷാഹിറിന്റെ കൊച്ചിയിലെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പുണ്ടായെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് പരിശോധന. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ.